ഗോത്രവകുപ്പ് മന്ത്രി പദത്തിലെ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ വിമർശിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കിയ പാർട്ടിയാണ് BJP. പാർലമെന്റിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ആദിവാസിയായ ശ്രീമതി രാജ്യം ബഹുമാനിക്കുന്ന ലോകമാദരിക്കുന്ന ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് അന്നും ചോദ്യമുള്ളതാണ്. അവർ ആദിവാസിയായതുകൊണ്ടാണോ, സ്ത്രീ ആയതുകൊണ്ടാണോ, വിധവയായതുകൊണ്ടാണോ? ഈ ചോദ്യം അന്ന് ഉന്നയിച്ച ആളാണ് ഞാനും. ഇപ്പോൾ മനസ്സിലായി, സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ യാദൃച്ഛികമല്ല. അന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുത്ത അതേ വഴിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒറ്റപ്പെട്ട ഒന്നല്ല. ഇതാണ് BJP. BJP ചാതുർവർണ്ണ്യത്തിൻ്റെ കാവൽക്കാരാണ്. ചാതുർവർണ്ണ്യം ബ്രാഹ്മണരുടെ മേധാവിത്വത്തെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന ആശയമാണ്. ആ ആശയത്തിന് ആദിവാസിയെ വെറുപ്പാണ്. ആ ആശയത്തിന് ദളിതരെ വെറുപ്പാണ്. ആ ആശയത്തിന് പിന്നോക്കക്കാരെ ഭയമാണ്. അതെല്ലാം കൊണ്ടാണ് സുരേഷ് ഗോപിമാർ ഇങ്ങനെ പറയുന്നത്. കൽപ്പതയില്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം നിങ്ങളെ. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെയും പക്ഷേ രാഷ്ട്രത്തിലെ ഒന്നാമത്തെ വനിതയെ കണ്ടില്ല. അതൊക്കെ ഒഴിവാക്കി നിർത്തും. ആദിവാസികളെയും സ്ത്രീകളെയും ഒന്നും വിധവകളെയും ഒന്നും എവിടെയും പുറത്ത് കാണിച്ചുകൂടാ. അവിടെയെല്ലാം ഒഴിവാക്കണം എന്നൊരാശയത്തിൻ്റെ പുറകെ പോകുന്ന പാർട്ടിയാണ് BJP. ആ BJPയുടെ ഒരു സഹമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും, മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ്റെ മുമ്പേ ഗമിക്കുന്നു ബഹുഗോക്കളെല്ലാം. മോദി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അതേ വഴിയിൽ കൂടി സുരേഷ് ഗോപിയും ഇപ്പോൾ പോകുന്നു. വേറൊരു മന്ത്രി, മറ്റൊരു സഹമന്ത്രി, കേരളത്തിലെ മന്ത്രി, ആ മന്ത്രി പറയുന്നു കേരളം പറയണം പോലും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണ്, ആരോഗ്യത്തിൽ പിന്നോക്കമാണ്, സാമൂഹ്യക്ഷേമത്തിൽ പിന്നോക്കമാണ്, എല്ലാത്തിലും പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന കാര്യം നോക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ കേരളം പറയുന്നു മനസ്സില്ല. ഓരോ മന്ത്രിമാർ ഭരണഘടനയെ മാനിക്കാത്തവർ, എൻ്റെ അർത്ഥമറിയാത്തവർ ഓരോന്നല്ല കൽപ്പിക്കുമ്പോൾ ഓച്ഛാനിച്ച് നിൽക്കാൻ നേരമില്ല, മനസ്സില്ല എന്നായിരിക്കും കേരളത്തിൻ്റെ മറുപടി. അതുകൊണ്ട് BJPയുടെ യഥാർത്ഥമായ മുഖം കേരളം കാണുകയാണ്, ജനം കാണുകയാണ്. ഇതേപ്പറ്റി കേരളത്തിലെ BJP നേതാക്കന്മാർ മൗനം പാലിക്കാൻ പാടില്ല. അഭിപ്രായം പറഞ്ഞേ തീരുള്ളൂ. നാളെ സംസ്ഥാനം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം എല്ലാ തലങ്ങളിലും പ്രതിഷേധ പ്രസ്ഥാനമുണ്ടായിരിക്കും. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.